ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി ഈസി ക്രാക്ക് ചാനൽ. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്ന പാഠഭാഗം തേർഡ് സ്റ്റാൻഡേർഡിലെ ഹിന്ദി നസാര എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഖുശ്ഹാലി ഹരിയാലിമേ. ഖുശ്ഹാലി എന്ന് പറഞ്ഞാൽ സന്തോഷഭരിതമായ, ഹരിയാലിമേ എന്ന് പറഞ്ഞാൽ പച്ചപ്പിൽ, സന്തോഷഭരിതമായ പച്ചപ്പിൽ എന്നാണ് ഇതിൻ്റെ ഹെഡിങ്ങിൻ്റെ മീനിങ്. ഇനി നമുക്ക് ചിത്രത്തിലോട്ട് പോകാം. ചിത്രത്തിൽ എന്തെല്ലാം ആണുള്ളത്? വീടുകളുണ്ട്, മരങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളൊക്കെ പാറി പറന്ന് നടക്കുന്നുണ്ട്, നല്ല സുന്ദരമായ വയലോലകളെല്ലാം ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ വളരെ മനോഹരമായൊരു നദി അങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു ഭാഗം നല്ല പച്ചപ്പ് നിറഞ്ഞ മനോഹരമായതാണ്. എന്നാൽ അതിൻ്റെ ഇടത് ഭാഗത്തുള്ളത് ഒരു ഫാക്ടറിയാണ്. ഫാക്ടറിയിൽ നിന്നോ നല്ല കറുത്ത പുക അങ്ങനെ ഉയർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാക്ടറിയിൽ നിന്നും മലിനമായ ജലം നദിയിലോട്ട് ഒരു പൈപ്പിലൂടെ അങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? എന്താണ്? നമ്മുടെ എല്ലാ സ്ഥലങ്ങളും വളരെ അതിമനോഹരമാണ്, നല്ല പച്ചപ്പുള്ളതാണ്. പക്ഷേ നമ്മൾ അതിനെ എന്താണ് വേണ്ടത്? അത് എപ്പോഴും പരിസ്ഥിതി മലിനീകരണങ്ങളൊന്നും കൂടാതെ എപ്പോഴും നമ്മളതിനെ സൂക്ഷിച്ച് നിലനിർത്തി പോരണം. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. ചിത്ര കഹാനിക്ക വാചൻ കരേ. ചിത്രകഥ വായിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെന്തൊക്കെയാണ് ചിത്രങ്ങളെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വലിയൊരു മരം കാണുന്നുണ്ട്. മരത്തിൽ നിറയെ പ്രാവുകൾ ഇരിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വലിയൊരു മരക്കൊമ്പിൽ ഒരു കുരങ്ങൻ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വലിയൊരു മരത്തിൻ്റെ അടിയിലെ ഒരു പൊത്തിലൊരു എലി ഇരിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറേ പ്രാവുകൾ വലയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് കള്ളിയിൽ വളരെ ബുദ്ധിമുട്ടിയിട്ട് വലയിൽ കുടുങ്ങിയ പ്രാവുകൾ അങ്ങനെ പാറിപ്പോകുന്നുണ്ട്. എവിടേക്കാണ് പാറിപ്പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു എലിയുടെ അടുത്തേക്കാണ് അല്ലേ? എലി ആ പ്രാവുകളുടെ വലയുടെ കണ്ണികൾ കടിച്ച് മുറിച്ച് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പ്രാവുകൾ സ്വതന്ത്രരായിട്ട് പാറിപ്പോകുന്നുണ്ട്. ഈ ചിത്രകഥയാണ് നമുക്ക് വായിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. ചിത്ര കെ ശബ്ദ ജോഡ്കർ കഹാനി കാ വാചൻ കരേ. അതായത് ചിത്രത്തിൻ്റെ വാക്കുകൾ, അതായത് ഈ ചിത്രങ്ങളെല്ലാം ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ വാക്കുകൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് യോജിപ്പിച്ചിട്ട് കഹാനി കാ വാചൻ കരേ, കഥ വായിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കഥയിലോട്ട് പോവാം. ജംഗൽ മേം ഏക്ക് പേട് ഥാ. അതായത് മരത്തിൻ്റെ ഹിന്ദി വാക്കാണ് പേട്. അത് ഇവിടെ കൊടുക്കണം. ജംഗൽ മേം ഏക്ക് പേട് ഥാ. വനത്തിൽ ഒരു മരം ഉണ്ടായിരുന്നു. പേട് പർ. മരത്തിനു മുകളിൽ. കബൂത്തർ രഹ്തേ ഥേ. പ്രാവുകൾ താമസിച്ചിരുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കബൂത്തർ, പ്രാവുകൾ. ഏക് ദിൻ. ഒരു ദിവസം. ധർത്തി പർ ബഹുത് സേ ധാനെ പടേ ഥേ. ഭൂമിക്ക് മുകളിൽ, അതായത് നിലത്ത് വളരെയധികം ധാന്യങ്ങൾ വീണിരുന്നു. കബൂത്തർ ധാനെ ചുഗ്നെ ലഗെ. പ്രാവുകൾ ധാന്യങ്ങൾ കൊത്തിപ്പെറുക്കാൻ തുടങ്ങി. കബൂത്തർ ജാൽ മേ ഫാംസ് ഗയെ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ജാൽ, അതായത് ഈ വലയുടെ ഹിന്ദി നെയിമാണ് ജാൽ. കബൂത്തർ ജാൽ മേ ഫാംസ് ഗയെ. പ്രാവുകൾ വലയിൽ കുടുങ്ങിപ്പോയി. ഫാംസ് ഗയ എന്ന കുടുങ്ങിപ്പോയി. തബി ഏക്ക് ബന്ദർ ആയ. ആ സമയത്താണ് ബന്ദറായ, കുരങ്ങൻ വന്നു. അതായത് കുരങ്ങൻ്റെ ഹിന്ദി നെയിമാണ് ബന്ദർ. കബൂത്തർ ജാലിലേക്കർ ഉഡ് ഗയേ. കബൂത്തർ പ്രാവുകൾ ജാലിലേക്കർ വലയുമായി എടുത്തിട്ട് ഉഡ് ഗയേ. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പ്രാവുകൾ ആ വലയുമായി എടുത്തിട്ട് പറന്നുപോയി. എവിടേക്കാണ് പറന്നു പോയതെന്ന് നമുക്ക് നോക്കാം. ജംഗൽ മേ. കാട്ടിൽ. ബൂട്ടെ ബന്ദർ ക. പ്രായമായ കുരങ്ങൻ്റെ മിത്ര, കൂട്ടുകാരൻ. ചൂഹ രഹ്താ ഥാ. ഒരു എലി താമസിച്ചിരുന്നു. ഈ എലിയുടെ ഹിന്ദി നെയിം ഇവിടെ കൊടുത്തു ചൂഹ. ചൂഹനെ ജാൽ.
എലി ആ വല കാട്ടുതീയ മുറിച്ചു കൊടുത്തു. അപ്പം കുരങ്ങൻ പ്രാവുകളോട് പറഞ്ഞു എലിയുടെ അടുത്തേക്ക് പോവാൻ. അതുകൊണ്ട് ബുദ്ധിമുട്ടിയ വലയുമായി എലിയുടെ അടുത്തേക്ക് പ്രാവുകൾ പറന്നുപോയി. അതിനുശേഷം എലി ആ വല കാട്ടുതീയ മുറിച്ചു കൊടുത്തു. കബൂത്തർ ഖുഷി സേ ഉഡ് ഗയ, പ്രാവുകൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പറന്നുപോയി. ഇതാണ് ഈ കഥ. ഇനി നമുക്ക് ഈ കഥയുടെ ചുവട്ടിലുള്ള വാക്കുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചിത്രക്കെ ശബ്ദ ജോഡ്കർ, ചിത്രത്തിലെ ആ വാക്കുകൾ യോജിപ്പിച്ചിട്ട് കഹാനി പൂര കർക്കെ ലിഖേ, കഥ പൂരിപ്പിച്ച് എഴുതൂ. ഇവിടെ താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉചിത് ശീർഷക ഭീതേ, അതിൻ്റെ മുകളിൽ ഉചിതമായ ഒരു ഹെഡിങ്ങും കൂടി കൊടുക്കൂ. അതിൻ്റെ ഹെഡിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അച്ഛേ സഹേലിയ, നല്ല കൂട്ടുകാർ. അപ്പോൾ ഈ മുകളിൽ കൊടുത്തിട്ടുള്ള കഥ ഇവിടെ താഴോട്ട് പൂരിപ്പിക്കേണ്ടത് പൂരിപ്പിച്ചിട്ട് മുഴുവനാക്കിയിട്ട് ഇവിടെ താഴെ എഴുതുക. അതിൻ്റെ മുകളിൽ കഥയ്ക്ക് മുകളിലായിട്ട് ഹെഡിങ്ങും ഇതുപോലെ കൊടുക്കുക, അച്ഛേ സഹേലിയ. ഇത്രയുമാണ് ഈ കഥയുടെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ പാഠം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ.